you get big box, you get yachts, you swing locks and pop off a big shot. I ain't done chasing, got big dreams, bigger things, impatient. Who's at the top think they need replacement? Who's at the top think I'm gonna erase them? Face it, I don't give up quick, I don't give up. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ നമ്മളിന്ന് കോതമംഗലത്തുള്ള ആ ഒരു കളർ മീൻ ആ ഫിഷ് ഫാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കോതമംഗലത്ത് നിന്ന് ആ ഫാമിൽ നിന്ന് ഇതാ അക്വേറിയം ഷോപ്പിലേക്ക് എത്തി. ഇത് ശരിക്കും ഒരു അക്വേറിയം ഷോപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമേ ആയിട്ടുണ്ട് അല്ലേ. കുതിരകൾ, പിന്നെ കഴുതുകൾ, പിന്നെ പ്രാവുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ വന്ന് കുറേ നേരം കാണാനും ഇവിടെ സംഭവമുണ്ട് അല്ലേ. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പ് മീനുകളെയും കാണാൻ പറ്റും. കുളങ്ങളും ഉണ്ടാവും. പിന്നെ കമ്പാരിറ്റീവ്ലി ഇവിടത്തെക്കാളും കൂടുതൽ ഫാമിങ് ചെയ്യണ നമ്മുടെ കോതമംഗലത്തെ ഫാമിലാണെന്ന് മാത്രമേ ഉള്ളൂ. കസ്റ്റമേഴ്സിന് വന്ന് കാണാനും വാങ്ങാനും എല്ലാവർക്കും ഇവിടെ നിന്നാണ് നമ്മൾ സൗകര്യം എടുക്കുന്നത്. മറ്റേ ഫാമിംഗ് ഏരിയ നമ്മൾ കണ്ടല്ലോ, അത് നമ്മൾ പ്യൂർലി ഫാമിംഗ് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തേക്കണതാണ്. ഇത് പബ്ലിക്കിനായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിപ്പോ ശരിക്കും കറക്റ്റ് സ്ഥലം കീഴിലം കനാൽ ജംഗ്ഷനില് കനാൽ റോഡിൽ കയറുമ്പോൾ ആദ്യത്തെ ഫാം ആദ്യം കാണുന്ന ഫാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരെ നോക്കി നോക്കലെന്നാ. ഓക്കെ, അത് ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു ഫാം. ശരിക്കും ഒരു അക്വേറിയം ഷോപ്പാണ്, പക്ഷേ അക്വേറിയം ഷോപ്പായിട്ട് തോന്നില്ല. കാരണം നമ്മളൊരു ഫാമിൽ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള വലിയ വലിയ ഏക്കർ കണക്ക് സ്ഥലത്താണ് ഇവിടെ പോണ്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓരോ പോണ്ടിലും കൊയ്ക്കാർപ്പുകളുണ്ട്, ഏകദേശം 2 അടി. അതിൻ്റെ ഒപ്പം തന്നെ അലിഗേറ്റർ കാർ, ഗൗരാമികൾ, അരോണ ഒക്കെ ഈ ഒരു വലിയൊരു പോണ്ടിലുണ്ട്. പിന്നെ അപ്പുറത്തെ വലിയ ടാങ്കിൽ നമ്മളെ കൊയ്ക്കാർപ്പിൻ്റെ പല സൈസിലുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്കിവിടെ അക്വേറിയം ഷോപ്പിലുള്ള പല വെറൈറ്റിയിലുള്ള നമ്മൾ സാധാരണ കാണുന്ന ആ ഫിഷുകളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും നമുക്കൊരു അടിപൊളി അന്തരീക്ഷം തന്നെയാണ്. നമ്മളൊരു അക്വേറിയം ഷോപ്പ് പോയൊരു ഫീലല്ല അവിടെ ഉള്ളത്, ഒരു ഫാം സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറേ ഇവിടെ നിന്ന് കാണാനുണ്ട്. നമുക്ക് കോഴിക്കാർപ്പിനെ നോക്കിയിട്ട് നമുക്ക് കുറേ ഫിഷുകളൊക്കെ നോക്കി നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ എന്തൊക്കെയാണ്? ഇതിൽ മെയിനായിട്ട് കോഴിക്കാർപ്പുകളാണ്. കോഴിക്കാർപ്പുകൾ വലുതാക്കാനായിട്ട് ആക്കണതാണ്. ഓരോ അടിയുടെ മുകളിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പിടിക്കണേ. ഓ, വൈറ്റും കുറേ ഉണ്ടല്ലോ കിടക്കണം. വൈറ്റും ഉണ്ട്, മിൽക്കി വൈറ്റ് ഉണ്ട്, എല്ലാം വെയിൽറ്റേലുണ്ട്. ഇതും സെയിൽ ചെയ്യാനല്ല? അപ്പോൾ ഇത് സെയിൽ ചെയ്യാനുള്ള, ഇത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഇതിപ്പോ ഓൾറെഡി പിടിച്ചിട്ട സാധനം ഹാപ്പയിലുണ്ട്. ഈ സൈസിനൊക്കെ എന്ത് റേറ്റ് വരും? അപ്പോൾ ഇതിനൊക്കെ നല്ല വില വരും. പീസ് റേറ്റിന് വരുമ്പോ നല്ല റേറ്റിലേക്ക് വരും. അത് 800 ആ റേഞ്ച് ഒക്കെ വരും. തൂക്കത്തിന് കൊടുക്കണതുണ്ട്. തൂക്കത്തിന് കൊടുക്കും. ഒരു 1.5 അടിയുടെ ഒക്കെ എന്ത് റേറ്റ് ഉണ്ടാവും? 1.5 അടിയുടെ എന്നെ വന്നാൽ 1 കിലോയുടെ മുകളിലേക്ക് ഉണ്ടാവും. കുറെ ആപ്പുകളിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ എന്താണ്? ഇത് നമ്മള് കോതമംഗലത്തെ ഫാമിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ഹോൾഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എന്നിട്ടാണ് ഇവിടുന്ന് പിന്നെ ഷോപ്പിലേക്ക് മാറ്റുന്നത്. നോക്കാം. വെള്ളം താഴും, കെട്ടി വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കാണ്. ഇത് വെയിൽ ടെയിൽ, ഇതാണ് നല്ല ടെയിലുള്ള ഇതാണ്. സ്കെയിൽലെസ് അല്ല, ഇത് നോർമൽ വെയിൽ ടെയിലുകളാണ്. നോർമൽ സ്കെയിൽലെസ് അപ്പുറം ഉണ്ട്. ഇത് അതിന്റെ ചെറിയ സൈസ്, ഇത് അതിന്റെ വലിയ സൈസ്. ഇതിപ്പോ മിക്സഡ് ആയിട്ടാണ് ഇട്ടേക്കണേ. നമുക്ക് സൈസുകൾ തിരിഞ്ഞായിരിക്കും നമ്മൾ സെല് ചെയ്യുന്നത്. ഇത് ഏകദേശം 1 അടി ആയിട്ടുണ്ട്. ടെയിലോട് കൂടിയിട്ട് 1 അടി ആയിട്ടുണ്ട്. ഇതൊരു 6 ഇഞ്ച് 7 ഇഞ്ച്. ഇത് വെയിൽറ്റേന് അത്യാവശ്യം നല്ല റേറ്റിലാണ് പോണത്. ഒരു പീസിന് 900 തൊട്ടിട്ട് ഒക്കെ ഇതിൽ വരും. ഒരു കിലോ നോക്കാൻ 1800 വരെ കിലോയ്ക്ക് നമുക്ക് വില കിട്ടും. ഇതും വെയിൽറ്റേൽ തന്നെ. നല്ല ടെയിലുണ്ട്. ഇതൊക്കെ ടാങ്കിലേക്ക് വരുമ്പോൾ നല്ല രസമായിട്ട് വരും. ഇത് ഇതാണ് ഇത്രയും വരും. ടെയിൽ കണ്ടോ, ടെയിലിന്റെ വലിപ്പം കണ്ടോ. ഇല്ല. അതായത് നമുക്ക് ഇതിന്റെ പ്രീമിയം ക്വാളിറ്റീസ് അവൈലബിൾ ആണ്. ട്രൈ കളർ, അത് ചെറിയൊരു 5 ഇഞ്ചിന് വരെ ഒരു 200-250 കിലോന്റെ വിലയുള്ളതാണ്. അത് നമുക്ക് ഒരു ബ്രീഡിങ്ങിൽ നമുക്കൊരു 10% അല്ലെങ്കിൽ 20% അത്രയും നല്ല പാറ്റേൺസ് കിട്ടുള്ളൂ. അത് കളർ തിരിഞ്ഞ് നമ്മൾ ടാങ്കിൽ നിർത്തിയിട്ടുണ്ട്. ഇതിന് സൈസിന് അനുസരിച്ച് മാത്രമേ റേറ്റിന് വ്യത്യാസമുള്ളൂ. കളർ പാറ്റേണിൽ വ്യത്യാസങ്ങളില്ല. നമ്മളിവിടെ ബ്രീഡ് ആക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് സ്കെയിൽലെസ് ബ്രീഡ് ചെയ്യുന്നുണ്ട്, റെഡ് ആമൈറ്റ് ബ്രീഡ് ചെയ്യുന്നുണ്ട്, കുബൂത്ത് ബ്രീഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കോഴിക്കാർപ്പിന്റെ എല്ലാ വെറൈറ്റീസും നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്കെയിൽലെസ്സും നോർമലും മിക്സ് ആണെന്ന് തോന്നുന്നു.
ഇതൊക്കെ നോർമൽ ഇന്ത്യൻ കാർപ്പുകളാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യൻ കാർപ്പുകളാണ്. സ്കെയിൽലെസ് കുറവ് 1-2 പീസുകളേ ഉള്ളൂ. ഇതൊക്കെയാണ് സ്കെയിൽലെസ്സിന് സെപ്പറേറ്റ് ഉണ്ട്. ഇത് സ്കെയിൽലെസ് ആണ്. ഇത് സ്കെയിൽലെസ് ആണ്. ഇന്ത്യൻ കാർപ്പുകൾ കിലോയ്ക്ക് 800 തൊട്ട് 1000 വരെ റേറ്റ് ഉണ്ടാവും. പീസ് റേറ്റും ആയിരിക്കും. പല രീതികളിലായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് സോർട്ട് ചെയ്യാത്തതാണ്. ഇതിനെ ട്രൈ കളറൊക്കെ നമ്മൾ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തെടുക്കും. ഇതൊക്കെ നല്ല പാറ്റേൺസ് ആണ്. ഇതിനൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് നമ്മൾ പോണ്ടിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഹോൾഡ് ചെയ്തേക്കണതാണ്. ഇത് 3 ഇഞ്ച് പ്ലസ് ആയിട്ടുള്ള കോഴിക്കാർപ്പിന്റെ കുട്ടികളാണ്. എല്ലാം ഉണ്ട്. എല്ലാം മിക്സഡ് ആണ്. കോഴിക്കാർപ്പിന്റെ എല്ലാ വെറൈറ്റീസും അതിൻ്റെ സ്കെയിൽലെസ് ഉണ്ട്, നോർമൽ ഉണ്ട്, എല്ലാം കൂടെ മിക്സഡ് ആണ്. ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആവുന്ന സൈസ് ഇതാണ്. വളർത്താൻ കൊണ്ടുപോകുന്നവരും എല്ലാവർക്കും ചെറിയ നമ്പർ വളർത്താൻ കൊണ്ടുപോകുന്നവരും എല്ലാം ഈ സൈസാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ഇത് 30 തൊട്ട് 40 വരെ റേഞ്ചിലാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നത്. ഇത് ട്രൈ കളറും എല്ലാം സ്കെയിൽലെസ് തന്നെയാണ്. നല്ല ഐറ്റങ്ങൾ സോർട്ട് ചെയ്തിട്ടേക്കണതാണ്. ഇത് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ്. ഇതൊക്കെ നോക്കുന്നത്. ട്രൈ കളറാണ്, സ്കെയിൽലെസ് ആണ്. അപ്പം ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇത് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് 7 ഇഞ്ച് വരെയുള്ള സൈസുകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ആവറേജ് 5 ഇഞ്ച് സൈസ് ഉണ്ട്. ഇത് 250 തൊട്ട് 300 വരെ റീറ്റെയിൽ പ്രൈസ് പീസിനുള്ളതാണ്. കാരണം പ്രീമിയം ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ ചെറിയ പോണ്ടുകളിലേക്ക് കൊണ്ടുപോയി ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേ ഫീൽ തന്നെ ഇതിന് കിട്ടും. ഇതെല്ലാം 1 അടിയുടെ മുകളിലുള്ള കാർപ്പുകളാണ്. ഇത് സ്കെയിൽലെസ് ആണ്. സ്കെയിൽലെസ് ആണ്. ഇത് നോർമലാണ്. എല്ലാം മിക്സ് ആണ്. ഇത് 1 അടി വലിപ്പം നോക്കി മാത്രം ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണതാണ്. വലിപ്പമുള്ള കാർപ്പുകൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പം. ഇതെല്ലാം 1 അടിയുടെ വലിപ്പത്തിലേക്കാണ്. വലിയ പോണ്ടുകളിലേക്കൊക്കെ നന്നായിട്ട് പോകണതാണ്. കിലോ റേറ്റിനും പോകും, പീസ് റേറ്റിനും പോകും. പീസ് റേറ്റിനായിരിക്കും കൂടുതൽ പോണത്. ഗോൾഡ് ഫിഷ് ഷോപ്പിൽ അത്യാവശ്യമായ സാധനം. ഇതാണ് ലോക്കൽ ഗോൾഡ്. ഇതിന്റെ കളറ് നമുക്ക് നോക്കിയാൽ ഭയങ്കര കളറാണ് ഈ സാധനത്തിന്. അത് ബ്രാസ് ഗോൾഡ് ആണ്. അത് ശരിക്കും ഇതിന്റെ ഗോൾഡിന്റെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് വന്നതാണ്. ഫീഡിങ് ഗോൾഡ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ പോണത്. ഇത് ഒരു 12 രൂപയുടെ സൈസ് റീറ്റെയിൽ, 15 രൂപ, 6 ഇഞ്ച് റീറ്റെയിൽ സൈസും മിക്സ് ആണ്. ഇത് സോർട്ട് ചെയ്യാനുണ്ട്. സോർട്ട് ചെയ്യാനുണ്ട്. എല്ലാ സൈസുകളും മിക്സ് ആണ്. അപ്പോൾ നമ്മൾ സെല്ലിങ്ങിലേക്ക് എടുക്കുമ്പോൾ ഇത് മാറ്റിയെടുക്കും. ഇത് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് ഹാപ്പയിലിട്ടേക്കണതാണ്. ഇത് ലോക്കലി ഗ്രോൺ ആണ്. ലോക്കലി ഗ്രോണിന് കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും, കൂടുതലായിരിക്കും, കളർ കൂടുതലായിരിക്കും. നമുക്ക് അത്രയും കോസ്റ്റ് ഇവിടെ ആവണോണ്ടാണ് ആ റേറ്റ് വ്യത്യാസം. ഇതിവിടെ ബ്രീഡ് ആവണമെന്നാണ്. ഇത് 100 അടിയോളം ഇതുള്ള വലിപ്പമുള്ള പൗണ്ടാണിത്. 100 അടി. ഇതിൻ്റെ അത് കാർപ്പുകൾ അതിൻ്റെ അടിയിലുണ്ട്. അതേമാതിരി തന്നെ മീൻ നമ്മൾ ഹോൾഡ് ചെയ്യണത് ഈ പോണ്ടിലാണ്. ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു 20 ഹാപ്പയുടെ അടുത്തുണ്ട്. കോഴിക്കാർപ്പുകളാണ് കൂടുതൽ നമ്മൾ. അതെയാണ്. കോഴിക്കാർപ്പുകൾ നമ്മൾ ടാങ്കിൽ നിർത്തുന്നേക്കാളും എപ്പോഴും ഹെൽത്തി ഹാപ്പയിൽ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരാഴ്ചത്തേക്ക് സെല്ല് ചെയ്യാനുള്ളത് മാത്രം നമ്മൾ അപ്പുറം കാണുന്ന ടാങ്കുകളിലേക്ക് മാറ്റും. ബാക്കിയുള്ളത് ഇവിടെ ചെയ്യും. ബൾക്കായിട്ട് ഓർഡേഴ്സ് ഇവിടുന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ബാക്കിയാണ് ചെയ്യണത്. വെള്ളം ഇതിന് വെള്ളത്തിന് ഒരു അനക്കത്തിന് വേണ്ടിയിട്ട് ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഉള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് പുതിയ വെള്ളം ചേടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുമല്ലോ. മീൻ ഹെൽത്തി ആയിട്ട് അത് തന്നെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി മാത്രം. അതേമാതിരി ഓക്സിജനും വെള്ളം ചാടുമ്പോൾ ഓക്സിജനും ലിങ്ക്ഡ് ആവുമല്ലോ.
അതുകൊണ്ടാണ് ഇത്ര ഹെൽത്തി ആയിട്ട് കഴിക്കണം നന്നായിട്ട്. ഫീഡ് കഴിക്കണം നമ്മൾ. കാർപ്പുകൾ എപ്പോഴും മറ്റേ സ്ലീപ്പിംഗ് ഡിസീസ് കാര്യങ്ങൾ വരാണ്ടിരിക്കണമെങ്കിൽ നല്ല വെള്ളത്തിലും നല്ല ക്വാളിറ്റിയിലും നമ്മൾ സൂക്ഷിക്കണം ഈ സാധനത്തിൽ. എപ്പോഴും ഫീഡ് എടുക്കാനുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ജേസൺ ചേട്ടാ ഇവരാണ് നമ്മുടെ കീഴിലത്തെ ഫാമിന്റെ മെയിൻ ആൾക്കാർ. അപ്പൊ നിങ്ങൾ പർച്ചേസിന് വന്നാൽ ഇവരെയാണ് കാണുന്നത്. ഇതെന്റെ അനിയൻ അരുൺ, ഇതെന്റെ അളിയൻ വിഷ്ണു. രണ്ടുപേരുമാണ്. ഇവർക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണല്ലേ? അത്രേ ഉള്ളൂ. ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇവരാണ് ഫാമിലെ കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കണത്. ഇവിടെ എനിക്ക് വലിയ റോളില്ല. അപ്പൊ അതുകൊണ്ട് അവർ പണിയെടുക്കട്ടെ. വിഷ്ണു ഇവിടെ ടാങ്കിലൊക്കെ ഇവിടെ നമ്മൾ എല്ലാ മീനുകളെ പലതരം മീനുകളെ നമ്മൾ ഹോൾഡ് ചെയ്തേക്കണേ. കസ്റ്റമേഴ്സ് വരുമ്പോൾ അതെ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ ഇത് കാണിച്ചു കൊടുത്തിട്ട് നമ്മളത് അവരെ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. ഇത് ഏതാണ്? ഇത് റെഡ് ടോപ്പ്, റെഡ് ക്യാപ്പ് ഒറാണ്ടാന്ന് പറയും. കളർഫുള്ളാണല്ലോ. സൈസ് ആയിട്ടുണ്ടല്ലേ? ഇതൊക്കെ സൈസ് ആയിട്ടുള്ള ഇതൊക്കെ ഏകദേശം ഒരു 70 രൂപ റേഞ്ച് റേറ്റ് വരും. അതെ അതെ. ഇത് നമ്മുടെ ഫാമിൽ നിന്ന് വരുന്ന, അവിടെ നിന്ന് പിടിച്ച് സോർട്ട് ചെയ്ത് വരുന്ന. ഇത് ബ്ലാക്ക് മോർ. നമ്മളെ ഫാമിൽ അവിടെ കണ്ടതിന് ചെറുതൊക്കെ കണ്ടല്ലേ? അതെ അതെ. അതിൻ്റെ വലിയ സൈസൊക്കെ ആയത് കണ്ണ് തള്ളിക്കണം അല്ലേ? അതെ സൈസായി. ഇതൊക്കെ ഒരു 40 രൂപ പീസ് റേറ്റ് ഉള്ള സാധനം. പീസ് റേറ്റ് വരുന്നത് നമ്മളൊക്കെ പീസ് റേറ്റിലൊക്കെ പറഞ്ഞത്. അതെ അതെ പീസ് റേറ്റ് അതെ അതെ. എല്ലാ ടാങ്ക് ഫുള്ള് നിറഞ്ഞിരിക്കല്ലേ? അതെ അതെ. ഇതില് അത് ഗോൾഡ് ഫിഷ്. ഇത് ഗോൾഡ് വലുത്. ഇതിപ്പോ എത്ര ഇഞ്ചായി? ഇതൊക്കെ ഇത് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഒക്കെ സൈസ് ഉണ്ടാവും. എങ്ങനെയാ ഇതിന്റെ പ്രൈസ്? ഇതൊക്കെ 35 രൂപ പീസ് റേറ്റ് വരും. അതെ അതെ. പുലിവാഹ. മലബാർ സ്നേക്ക് കേട്ടൊക്കെ പറഞ്ഞത് അതല്ലേ? ഇതിപ്പോ എത്ര ഇഞ്ചായത്? ഒരു 3 ഇഞ്ച് ഒക്കെ സൈസ് ഉണ്ടാവും. 2.5-3 ഇഞ്ച് സൈസ് ഉണ്ടാവും. ഇതൊക്കെ പ്രൈസ്? ഒരു 40 രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്നത്. നല്ല ചാടണോണ്ട് ചാട്. ഇത് അത് ഭയങ്കര ചാട്ടാണ്. ഈ വെള്ളം നമ്മൾ ഒരു ഹൈറ്റും മീഡിയം ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ചാടിപ്പോവും. കബൂട്ട. അത് നമ്മൾ നേരത്തെ ആപ്പിലും കണ്ടതാണ് തന്നെ അല്ലേ? അതെ അതെ. 4-4.5 ഇഞ്ച് സൈസ് വരുന്നതാണത്. ഇതൊക്കെ 30 രൂപ 40 രൂപ 50 രൂപ ആ റേഞ്ചിൽ സൈസ് അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് വിലയ്ക്ക് വ്യത്യാസം വരും. ഇത് ഒറാണ്ട. ഒറാണ്ടയുടെ തന്നെ ചെറുത് വരുന്നത് അല്ലേ? എങ്ങനെയാ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ? ഇത് 40 രൂപ 35 രൂപ 40 രൂപ ആ റേഞ്ചൊക്കെ വരും. ഇതിനകത്ത് റെഡ് ടോപ്പും എല്ലാം മിക്സ് ആയിരിക്കും. ഇത് നമ്മള് വാള. നമ്മൾ കണ്ട. അതെ അതെ അതെ. അത് സോർട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പാകത്തിനുള്ള സൈസ് നമ്മൾ തിരിഞ്ഞെടുത്തതാണ്. സൈസ് അനുസരിച്ച് നമുക്ക് വില റേറ്റിൽ വ്യത്യാസം വരും. ഇതൊക്കെ 8 രൂപ ആ റേഞ്ചിൽ വരുന്നത്. നമ്മളെ ബലൂമോളി. അത്യാവശ്യം സൈസായ ഗിയറായ സൈസായതാണ്. ഇതൊക്കെ 15 രൂപ ആ റേഞ്ച് വരുന്നത്. കൂടുതലും വൈറ്റ് അതിലുള്ളത്. വൈറ്റ് ആണ് അധികം, മിക്സ് ചെയ്താണ്. പാണ്ടാമോളി. ഇതൊക്കെ എങ്ങനെ പ്രൈസ് റേഞ്ച്? ഇതും 15 രൂപ. 15 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇതിലിപ്പോൾ എത്ര ഈ കിടക്കേണ്ട പീസിൽ? ഇതിപ്പോൾ മൊത്തം ഒരു 1500 പീസെങ്കിലും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നാളെ കാണില്ല, വേറെ പീസായിരിക്കും. അത് വേറെ ആയിരിക്കും. ബാച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ബ്ലാക്ക് ബോർഡ് വലുതല്ലേ? ഇത് വലിയ സൈസ്. ഈ വലിപ്പം വെക്കില്ലേ? പേരന്റ് സൈസ്. ഇതിന്റെ ഇത് വലിയ വലിപ്പം വെക്കും. അടിപൊളി. ഇതൊക്കെ എങ്ങനെ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ? ഇതൊക്കെ 70 രൂപ 60 രൂപ ആ റേഞ്ചിൽ വരും, വലിപ്പം അനുസരിച്ച്. ഇതിന് വേറെയും കളർ ഇറങ്ങുന്നുണ്ട്, ചെറിയൊരു ഗോൾഡൻ ആയി വരുന്നുണ്ട്. അതിൽ ഇറങ്ങുന്നതാ? അത് ഇത് നോർമലി കളറാണ്. ഇത് കളറായി വരുന്നുള്ളൂ. ഇത് ഗോൾഡ് ഫിഷ് ആണല്ലേ? ഇത് ഗോൾഡ് ഫിഷ്.
ഇതൊരു 20 രൂപ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ മോളികള് വലിയ സൈസ് ആയിരുന്നല്ലോ. ഇതൊക്കെ ആവറേജ് പേരൻ്റ് സൈസ് ആയതാണ്. ഇതും ഈ പറഞ്ഞ പോലെ 15 രൂപ 10 രൂപ ആ റേഞ്ചൊക്കെ വരുന്നത്. ഇത് വരാല്, വിയറ്റ്നാം വരാല് അടിപൊളിയായിട്ടുള്ള. അത് നല്ല സൈസായിട്ട്. ഇത് വരുന്നത് 15 രൂപ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ. ഇത് ഒരു 4, 4.5, 5 ഇഞ്ചൊക്കെ ഉണ്ടാവും. പെല്ലറ്റ് കഴിക്കണം. ഇത് ഒറാണ്ട് കിടക്കുന്നുണ്ട്. അതെ അതെ, നമ്മളെ ഫാമിലെ വീഡിയോയിൽ കണ്ടില്ലേ, അവിടെ നമ്മൾ പിടിച്ചിട്ട് സോർട്ട് ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ പാകത്തിനുള്ള സൈസ്. ശരിക്കും എത്ര മാസം പ്രായമുണ്ടാവും? 90 ദിവസത്തോളം പ്രായമായിട്ടുണ്ടാവും. ബ്രീഡിംഗ് സൈസ് ആയി. ബ്രീഡിംഗ് സൈസ്, എഗ് സൈസ്, എഗ് ആകുന്ന സൈസ് ഏകദേശം ആയി. ഇതിലെല്ലാവർക്കും ഈ ഒരു ക്യാപ്പ് വരാറുണ്ടോ? അതെ അതെ, അത് നമ്മൾ കൊടുക്കണ ഫീഡിനനുസരിച്ചാണ്. ഫീഡ് നന്നായിട്ട് കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെഡ് കാര്യങ്ങളൊക്കെ വരും. അതെ, ഫിഷിനും അതിനനുസരിച്ച് ആരോഗ്യം ഉണ്ടാവും. അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യണതിനനുസരിച്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതവിടെ കണ്ടില്ലേ കുറേ ബേസിനിൽ. ഈ ബേസിനിലൊക്കെ നമ്മൾ ഇവിടെ ഉള്ള അക്വേറിയം ഷോപ്പിലേക്ക് ഒന്ന് പോകാൻ സെറ്റാക്കി റെഡി ആയിരിക്കുകയാണ്. ഓരോ ബേസിലും 1000, 2000 പീസുകൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെ വരുമ്പോൾ ചിലപ്പോൾ ഇത് കാണില്ല, ഒക്കെ അക്വേറിയം ഷോപ്പുകാർ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നാണ് അക്വേറിയം ഷോപ്പുകാർ ഇവിടെ വന്ന് നേരിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് ഓരോ ജില്ലകളിലേക്ക്, നമ്മളെ കാസർഗോഡ് വരെ ഇവിടെ നിന്നാണ് വന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ടാങ്കും എപ്പോഴും ഫില്ലായിരിക്കും. അതാണ് ഈ ഒരു ഫാമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത്തെ ഫാമുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല, നമുക്ക് വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ടാങ്കും നല്ല അടിപൊളി, കാണുന്നത് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വന്ന് കാണാൻ നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ചുകൂടി വലിയ വലിയ ടാങ്കുകളുണ്ട്, അതുകൂടി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ടാങ്കുകൾ സെറ്റാക്കിയിട്ടല്ലോ. അതെ അതെ, ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് കാർപ്പുകളുണ്ട്, പിന്നെ എഡിബിളായിട്ടുള്ള കുറച്ച് ഫിഷുകളുണ്ട്. അങ്ങനെ ക്വാണ്ടിറ്റി കൂടുതലുള്ള ഫിഷുകൾ, അല്ലെങ്കിൽ സ്പേസ് കൂടുതൽ വേണ്ട ഫിഷുകളെല്ലാം നമ്മളിവിടെ കസ്റ്റമർ വന്ന് വേഗം നോക്കി എടുക്കാം. അതെ അതെ, സെലക്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള സൗകര്യം ചെയ്തേക്കണം. ഈ റിങ്ങിലൊക്കെ ഇതിലിപ്പോൾ ബട്ടുകൊഫറി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷ് കിടക്കണേ, നമ്മൾ ഫാമിൽ കണ്ടില്ലേ, അതിൻ്റെ തന്നെ വലിയ ഫിഷ് കിടക്കണേ. അതായത് പേരൻറ്റ് സൈസ് ആവറായ ഫിഷുകളൊക്കെ കിടക്കണം. അതെ അതെ, അത് നമ്മൾ ഹാപ്പേ കണ്ട കാർപ്പുകൾ നമ്മൾ കയറ്റിയിട്ടാണ് കസ്റ്റമേഴ്സിന് കണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പിടിച്ചു കൊടുക്കും, സൗകര്യം നോക്കിയിട്ട്. പിന്നെ ഇതൊക്കെ 8 ഇഞ്ച് 9 ഇഞ്ച് സൈസ് ഉണ്ടാവും. അതിപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ അല്ലേ? ഇത്രയും സൈസ് വയ്ക്കൂലേ? ഇതിപ്പോൾ എത്ര ഇഞ്ചായതാണ്? ഇതിപ്പോൾ 8 ഇഞ്ച് 9 ഇഞ്ച് സൈസ് ഉണ്ട്. 8 ഇഞ്ച് 9 ഇഞ്ച് സൈസായ ബട്ടിക്കോഫി അല്ലേ? അതെ അതെ, ഓർണമെന്റലായിട്ടാണ്, അല്ലാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതെ അതെ. ഇതിപ്പോൾ എങ്ങനെ ഈ സൈസിന് എന്ത് റേറ്റ് വരും? അപ്പോൾ ഇതൊക്കെ 250, 300, 350 ആ റേഞ്ചിലേക്ക് പോകും വരുന്നതാണല്ലേ? അത് സൈസ് അനുസരിച്ച് നമുക്ക് റേറ്റ് വരുന്നത്. അതെ അതെ. ഇത് ആൽബിനോ ടിൻ ഫോയിൽ. ഗോൾഡ് കളർ 2 ഇഞ്ച് പ്ലസ് ഉണ്ടാവും. ഏകദേശം പീസ് റേറ്റ് 30 രൂപ 35 രൂപ. അതെ അതെ, ഇതും സൈസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. അതെ, നമ്മൾ ഹാപ്പേ കണ്ട. അതെ അതെ, ഡിസ്പ്ലേ അവിടത്തെയാണ്. അതെ, പ്രീമിയം ക്വാളിറ്റി. അപ്പോൾ ജെയ്സൺ ചേട്ടാ, പ്ലാന്റ് ഇപ്പോൾ അവിടെ കാണാൻ നല്ല രസമുള്ളതൊക്കെ. നമുക്ക് ലൈവ് പ്ലാന്റ്സ് ഇവിടെ സെല്ലിംഗ് ഉണ്ട്. അതായത് ഇത് ഒരു റീസെല്ലിംഗ് ഏരിയ കൂടെയാണ്. ബാക്കിയുള്ള ഫാമേഴ്സ് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ റീസെൽ ചെയ്യുന്നുണ്ട്. ഫിഷ് നമ്മൾ ചെയ്യാത്ത ഐറ്റവും പ്ലാന്റും എല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോട്ടായിട്ടാണ് കൊടുക്കണത്? അത് പോട്ടായിട്ട്. ഇത് റൊട്ടാല പറഞ്ഞ ഇത് അല്ലേ? ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അതൊക്കെ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റുകളൊക്കെ? 50 രൂപ, 55 രൂപ, 100 രൂപ, അങ്ങനെ പല പ്ലാന്റിനനുസരിച്ചാണ് റേറ്റുകൾ വരും അല്ലേ? നല്ല അടിപൊളി പ്ലാന്റ് റൊട്ടാല. ഇതിങ്ങനെ പോണ്ടോട് ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി അല്ലേ? പോട്ടോട് കൂടി തന്നെ. അപ്പോൾ അരുണ ഈ ഇപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ച ആ സെക്ഷനിലേക്ക് എത്തി അല്ലേ? നമുക്ക് എല്ലാ മീനും ഒന്ന് കണ്ടു നോക്കാം.
മോൺസ്റ്റർ ഫിഷ് അലിഗേറ്റർ അല്ലേ? അതെ അതെ. ഇത് എത്ര ഇഞ്ചിൻ്റെ ആണ് അത്? ഇതൊരു 5 ഇഞ്ച്. 5 ഇഞ്ചിൻ്റെ അല്ലേ? 5 ഇഞ്ചിൻ്റെ മേലേക്ക് 6 ഇഞ്ചിൻ്റെ അടുത്തായില്ലേ? 5 പ്ലസ് അത്. ഇതൊക്കെ എങ്ങനെ അലിഗേറ്റർ കാറിനൊക്കെ ഈ സൈസിലൊക്കെ വരും ഇപ്പോൾ മാർക്കറ്റിൽ? ഒരു 1200 ആ റേഞ്ച് വരും അല്ലേ? സാധാ നോർമൽ പ്ലാറ്റികൾ. ഇത് മിക്സ് പ്ലാറ്റിയാ. പ്ലാറ്റികളാ? നമുക്ക് ഫീഡിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫീഡിനാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എല്ലാ കളറും മിക്സ് ആയിരിക്കും വരുന്നത്. ഇത് ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് ഒരെണ്ണം 10 രൂപ. 10 രൂപയ്ക്കൊക്കെ അല്ലേ? ഇതെല്ലാം നമ്മുടെ ലോക്കൽ ബ്രീഡേഴ്സ് വരുന്നത് തരുന്നതാണല്ലേ? പ്ലാറ്റി ഒത്തിരി ഐറ്റം നമുക്ക് വരുന്നുണ്ട്. ഇവിടെ? അതെ അതെ. ഷെവൽനോസ് നമുക്ക് 2 സൈസൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇത് എന്താ എത്ര ഇഞ്ച് ആയിട്ടുള്ളത്? ഇതൊരു 6 ഇഞ്ച് പ്ലസ് ഉണ്ടാവും. 6 ഇഞ്ച് പ്ലസ് ഉണ്ടാവും. ഇതൊക്കെ സ്ലോ ഗ്രോത്ത് ആയിട്ട് വരുന്നത്? അതെ അതെ അതെ. ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഷെവൽനോസ് ഒക്കെ റേറ്റ് വരുന്നത്? ഇതൊരു 1000, 1200 ആ റേഞ്ച് വരുന്നു. സൈസ് അനുസരിച്ച് വ്യത്യാസം വരും അല്ലേ? ഇതിലെന്താണ്? ഇത് നമ്മുടെ റെഡ് സോട്ടയിലാണ് വരുന്നത്. അതെ അതെ. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്? ഇതൊരു 20 രൂപ. 20 രൂപയ്ക്കൊക്കെ? അത്യാവശ്യം സൈസ് ഉള്ളതായിരിക്കും. ഗപ്പികൾ മിക്സഡ് ആയിട്ടില്ല? ഇത് മിക്സഡ് ടെക്സ്റ്റഡോ ഗപ്പിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഗപ്പികളൊക്കെ? ഇത് 25 രൂപ പീസ്. 25 രൂപയ്ക്ക് അല്ലേ? ഇത് ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ് വരുന്നത്. എത്ര ഇതിൻ്റെത്? ഇതാകുമ്പോൾ ഒരു 50 രൂപ പീസ് വരുന്നത്. സൈസ് ഒരു 2 ഇഞ്ച്. 2 ഇഞ്ച് സൈസിലാണ്. ഇതാ ആൽബിനോ ഫയർ റെഡ് ഒക്കെ വരുന്നുണ്ട്. അതെ, ഷെവൽനോസിന്റെ ചെറുതാ വരുന്നത്. ഇതാകുമ്പോൾ ഒരു 750 രൂപ. ഗപ്പിയുണ്ട്. ഇത് പ്ലാറ്റിനം റെഡ് ഗപ്പിയാണ്. ഇയർ കുറവാണ്. നോർമലാണ്. അതെ അതെ. ഇത് 30 രൂപ പീസ്. ഇതാകുമ്പോൾ ഹാഫ് ബ്ലാക്ക് വരുന്നത്. 30 രൂപ. റെഡ് ടൈഗർ വലുത്. ഇത് 80 രൂപ. റെഡ് ടോപ്പ് പ്ലാറ്റി. ഇതാകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് 15 രൂപ പീസ്. 15 രൂപ വരുന്നത് അല്ലേ? ഇത് നമുക്ക് ലോക്കൽ വരുന്ന ഒരു ഗപ്പി ആയിട്ടാണ്. ഇതൊക്കെ എങ്ങനെ? ഇതൊരു പീസ് 20 രൂപ. 20 രൂപ ഒക്കെ വരുന്നുണ്ടല്ലേ? ഏഞ്ചിലല്ലേ? ഏഞ്ചില്. ഇത് ഏതാ ഏഞ്ചില്? മാർബിളോ? മാർബിള്. ഇതൊക്കെ എത്ര സൈസ്? ഇത് സൈസ് പറയുകയാണെങ്കിൽ ഒരു 2 ഇഞ്ച്, ഒരു 50 രൂപ റേഞ്ച്. വൈറ്റും മിക്സ് ആയിട്ട് വരുന്നുണ്ട്. സെയിം റേറ്റ് തന്നെ. ഇത് നല്ല വലിപ്പമുള്ള സക്കറുകൾ വരുന്നുണ്ട്. ആൽബിനോയും ഉണ്ട്. അപ്പോൾ ആൽബിനോ കുറവായിരിക്കും, ബ്ലാക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. സക്കറ് ഒരു 50 രൂപ 60 രൂപ സൈസ് അനുസരിച്ച്. ആൽബിനോ അതിന് റേറ്റ് വരുന്നുണ്ട്. ക്യാറ്റ് ഫിഷ് ഏതാ? ഇത് നമുക്കൊരു പീസ് ഒരു 50 രൂപ റേഞ്ച് വരുന്നത്. 50 രൂപ. ഇതൊരു 2.5 ഇഞ്ച്. അതെ അതെ. അത് വൈറ്റ്. പിന്നെ ഇത് ബലൂൺ പ്ലാറ്റ്. ബലൂൺ പ്ലാറ്റ് എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കും. പ്ലാറ്റിക്ക് ആണെങ്കിൽ നമുക്ക് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോഴും. ഇതുണ്ട്, എല്ലാം നല്ല ബലൂണാണ്. ഇത് 15 രൂപ പീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വാളിറ്റി കുറവുള്ളതിനെയാണ് നമ്മൾ മിക്സ് ആക്കി വിടുന്നത്. ഇത് നമ്മുടെ റെഡ് ഷവറാണ്. എത്ര ഇഞ്ച് ആയതാണത്? ഇതൊരു 2 ഇഞ്ച്. 2 ഇഞ്ച് 2.5 ഇഞ്ച് ആ റേഞ്ച് വരും. ഇത് 200 250 രൂപ റേഞ്ച് വരും. സൈസ് ആയിട്ടില്ല. ഇത് ഗൗരാമിയിൽ നമ്മുടെ ഫാം എന്ന് പറഞ്ഞത്? അതെ അതെ അതെ.
അപ്പോൾ ഇത് ബ്ലൂവും വരുന്നുണ്ട്, നമുക്ക് സ്നോ വൈറ്റ് ഗോൾഡൻ ഒക്കെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഇത് വരുന്നത് നമുക്കൊരു 20 രൂപ 25 രൂപ പീസ് റേറ്റ് വരുന്നത്. നമ്മുടെ ഫ്ലോറിഡ അലിഗേറ്റർ കാറ്. ഇതാകുമ്പോൾ ഗ്ലാസ് ടാങ്കിലിട്ട് നമുക്ക് വലുതാക്കാൻ പറ്റുന്നതാകും. മാക്സിമം ഒരു 2 അടി വരെ വലിപ്പം വയ്ക്കുള്ളൂ. ചെറിയ ടാങ്ക് മതി. ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് പ്ലസ്. 3 ഇഞ്ച് പ്ലസ്. 750 രൂപ. ഇത് മൂൺലൈറ്റ് കവർ ചെയ്ത്. ഇതാകുമ്പോൾ ഇച്ചിരി വലിപ്പം വയ്ക്കുന്നതാണ്. സൈസ് ഉണ്ടല്ലേ? ഇത് ഇപ്പോഴും സൈസ് ഉണ്ട്. ഇതൊരു 4 ഇഞ്ച് സംതിങ് സൈസ് വരുന്നുണ്ട്. ഇതെങ്ങനെയാ പ്രൈസ്? ഇത് 40 രൂപ പീസ്. ഒരു പീസ് 40 രൂപ. ഇത് നമ്മളടുത്ത് കണ്ട അതിൻ്റെ ചെറുത്. ഇത് 4 ഇഞ്ച് സൈസ് വരുന്ന ഓസ്കാർ. അതെ അതെ. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ആൽബിനോയും ഫെയറോഡും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈഗറും കോപ്പറും ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. 170 രൂപ പീസ്. അതൊരു ഓറഞ്ച്. പിന്നെ ഈ കാണുന്നത് ബ്ലൂ. ഒരു മീഡിയം സൈസ് ഉണ്ട്. ഇതൊരു 200 രൂപ. അപ്പോൾ ഇതിൻ്റെ ചെറുത് വരുന്നുണ്ട്. ചെറുതിനാകുമ്പോൾ നമുക്കൊരു 100-150 രൂപ. സാധാരണ കാണാൻ. അതെ അതെ. ഇതൊക്കെ എങ്ങനെ? 25 രൂപ. പ്ലാറ്റികൾ. ഇത് നമ്മുടെ റെഡ് പ്ലാറ്റി. റെഡാണല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 15 രൂപ. 5 രൂപ റേറ്റ് അല്ലേ? പ്ലാറ്റികൾ. ഇത് നിയോൺ പ്ലാറ്റി. ഇത് ലൈറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ എങ്ങനെയാ ഇതിൻ്റെ? ഇതും 15 രൂപ. ഇത് പൈനാപ്പിൾ സോട്ടയിലാണ്. 30 രൂപ റേഞ്ച് വരുന്നു. വിഷ്ണു, ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഫാമിൽ നിന്ന് പാക്ക് ചെയ്തല്ലേ? അതെ അതെ. നമ്മൾ അവിടെ നിന്ന് ഇന്നലെ നമ്മൾ പിടിച്ച വീട് പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുതന്നെ. ഇനിയിപ്പോൾ ഇവിടെ വലിയ ടാങ്കിലേക്ക് അത്. അതെ അതെ. ആ വലിയ റബ്ബർ ടാങ്കിലേക്ക് മാറ്റും. വലിയ ട്രമ്മിൽ ഇപ്പം എന്താണ് അതിൽ? ട്രമ്മിലേക്ക് വന്നാൽ വൈറ്റ് വാളയില്ലേ നമ്മൾ? വൈറ്റ് വാള. അതെ അതെ. വാള എപ്പോഴും സേഫ്. അതാ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ മുള്ളും എല്ലാം കൊണ്ടു കഴിഞ്ഞാലേ കവർ ഡാമേജ് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി അധികമായതുകൊണ്ട്. അതെ അതെ. ഇതിങ്ങനെ നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്ന് കാണുമ്പോൾ നാളെ കാണില്ല. അതെ അതെ അതെ. ഇതെല്ലാം ഒറ്റ ടാങ്കിലേക്ക് ആക്കിയതോ? ഇതെല്ലാം നമ്മൾ ആ ടാങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5000 പീസൊക്കെ നമ്മൾ സുഖമായിട്ട് അതിനകത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതെ അതെ. 5000 പീസൊക്കെ ഹോൾഡ്. വാള നമ്മളിവിടെ ഈ ഫൈബർ ടാങ്കുകളിലാണ് സാധാരണ ഇടാറുള്ളത്. വലിപ്പമുള്ള ടാങ്കിലാണ് അത് ഇടാറ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വേറെ ടാങ്കിലേക്ക് ഇതാ എത്തി. ആ ഒരു 3000-ഓളം പീസ് വിഡോസ് ഇവിടെ എത്തി. കൂട്ടത്തോട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താ രസം. ഇനി ഇത് ചെറിയ പല പല വീടുകളിലേക്ക് ഇനി അക്വേറിയത്തിൽ അവിടെ കാണാം. എന്താ രസം കാണാൻ. ഇതാണ് ഈ വിഡോസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. കൂട്ടത്തോടു കൂടി വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബുമാണ്. ഭയങ്കര രസമാണ്. എന്തായാലും ഈ പാക്ക് ചെയ്തതും ഇതിലേക്ക് ഇടുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ്. നമ്മളൊക്കെ അതിലേക്ക് പാക്ക് ചെയ്തപ്പോൾ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും മീനുകൾ ഇതാ പുതിയ ഷിഫ്റ്റായിട്ട് പുതിയ ടാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാ കവറുകൾ ഇനി വീണ്ടും ഫിഷുകളെ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ കവറുകളൊക്കെ ഇനി വീണ്ടും നമ്മൾ നേരത്തെ കാണിച്ച ഫാമിലേക്ക് വീണ്ടും എത്തും. ഇത് വീണ്ടും ഇതേമാതിരി എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവർക്കിപ്പോൾ ഇതൊരു പുതുമയല്ല, പക്ഷെ നമുക്കിത് കാണുമ്പോൾ വലിയ ഒരു പുതുമ തന്നെയാണ്. ഇതാ കവറൊക്കെ ഇനി വീണ്ടും ഈ കവറൊക്കെ വലിയ ക്വാളിറ്റി കവറുകളാണ്. ഓരോ കവറിന് നല്ല റേറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കവർ വീണ്ടും നമുക്ക് ഇവർക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വാളകൾ നമ്മളവിടെ നിന്ന് കുറച്ച് വമ്പൻ വാളയുടെ കുറച്ച് കളക്ഷൻസ് കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഡ്രമ്മിൽ സെറ്റാക്കിയിട്ടുള്ളത്. അതൊക്കെ ഇനി
ഇവിടേക്ക് ഡ്രമ്മിലേക്ക് ഇനി തട്ടിയിടും. ഇങ്ങനെയാണ് ഒരു വലിയൊരു ഫാമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാക്ടറി തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഫിഷ് ഫാമിൻ്റെ ഫാക്ടറി, വലിയ ബിഗ് ഫാക്ടറി. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. കല്ലുപ്പൊക്കെ ചാക്ക് കണക്കിലാണ് കല്ലുപ്പുകൾ ഇവിടെ ഉള്ളത്, 50 കിലോൻ്റെ ചാക്ക്. ഇതൊക്കെ ചിലപ്പോൾ ഡെയിലി ആവശ്യം വരും ഇവിടെയൊക്കെ, കാരണം കല്ലുപ്പായിരിക്കും മിക്കവാറും എല്ലാ ടാങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫംഗസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നിങ്ങൾ നല്ല കണ്ടീഷനായി കിട്ടാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് ഒരു സംഭവം തന്നെ, ഒരു ഫാക്ടറിക്ക്, വലിയൊരു ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് എത്തിയ ഒരു മാതിരി പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ. എന്തായാലും ഇന്നത്തെ നമ്മളെ ഈ ഒരു കീഴിലത്തെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഫാം നമുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ളൊക്കെ ഒരു ഷോപ്പ്, ശരിക്കും അക്വറിയം ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഫാം രീതിയിൽ തന്നെ. ശരിക്കും ഇത് ഫാമാണ്, നമ്മുടെ ഫാം തന്നെ. കൂടുതൽ മീനുകൾ ചെയ്യണ ഏക്കറേജുകളിൽ കൂടുതൽ ചെയ്യണം അവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഫാം തന്നെയാണ്, ബട്ട് ലിമിറ്റഡ് സാധനങ്ങൾ മാത്രമേ. ഇവിടെ കോഴിക്കാർപ്പ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ബാക്കി സ്ഥലങ്ങൾ നമ്മൾ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ഏറ്റവും കാണാൻ പറ്റിയ സ്ഥലം MC റോഡിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ആക്സസിബിലിറ്റി കൂടുതലാണ്. കോതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനോട് ചേർന്ന ഉൾപ്രദേശമാണല്ലോ, അവിടെ എത്തിപ്പെടുക എന്നുള്ളതിന് വലിയൊരു പാടാണ്. അപ്പൊ ഇവിടെ ആർക്കും വന്ന് എപ്പോൾ വേണമെങ്കിലും ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. 5 മണി വരെ നമ്മൾ ഓപ്പണിംഗ് ആണ്. സൺഡേ 5 മണി വരെ ഓപ്പണിംഗ് ആണ്, 10 മണി തൊട്ട് എല്ലാ വർക്കിംഗ് ഡേയ്സും. അപ്പോൾ നമുക്കിത് പലർക്കുള്ള സംശയം ഉണ്ടായിരിക്കും, ഇപ്പോൾ ഖത്തറിലുള്ള ഫാമിൽ റീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കൊറിയർ ചെയ്യാനുള്ള സംവിധാനം? ഇല്ല, ഞാനിപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന റേറ്റുകളെല്ലാം തന്നെ റീറ്റെയിലായിട്ട് കൊടുക്കുന്ന റേറ്റുകളാണ്. ഹോൾസെയിലാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നതെങ്കിൽ കൂടി റീറ്റെയിലായിട്ട് കണ്ടമാനം കസ്റ്റമേഴ്സ് ഇവിടെ വരാറുള്ളതാണ്. ഇവിടെ ഒന്നും എടുക്കാനേ പറ്റുള്ളൂ, കൊറിയർ കാര്യങ്ങളില്ലേ? കൊറിയർ നമുക്ക് ചെയ്യാം, അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പെറ്റ് ട്രാൻസ്പോർട്ട് എന്നാന്ന് വെച്ചാൽ അവരുടെ ലൊക്കേഷനിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ 350 രൂപ എങ്ങാണ്ട് ഒരു ബോക്സിന്, 300 to 350 രൂപ ബോക്സിന് ചാർജ് വരും. ഈ ചാർജ് എല്ലാം അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് അയക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ 2 ദിവസത്തെ വർക്കായിരുന്നു? നമ്മൾ ആദ്യം ഫാം കോതമംഗലത്തെ ഒരു ബിഗ് ഫാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഷോപ്പ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഫാം നമ്മൾ ഇന്ന് എടുത്തു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കുറച്ച് വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.